ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു പാൽപ്പായസമാണ് കാണിക്കുന്നത്. നമ്മൾ പഞ്ചാര പായസം എന്നൊക്കെ പറയില്ലേ, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ജന്മാഷ്ടമിയൊക്കെ അല്ലേ, അപ്പോൾ ഇന്ന് തന്നെയാവാം നല്ലൊരു പഞ്ചാര പായസം. ഈ ഒരു പായസം സാധാരണ നമ്മൾ പിറന്നാളിനൊക്കെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പഞ്ചാര പായസമല്ലേ, ആ ഒരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. വെള്ള കളറിലുള്ള പാൽപ്പായസം. മറ്റേത് നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പിങ്ക് കളറിൽ വരും. ആ ഒരു പാൽപ്പായസമല്ല ഇത്. നമ്മൾ സാധാരണ വെള്ള കളറിൽ ഉണ്ടാക്കുന്ന ആ പാൽപ്പായസം, ഇതിനൊരു പ്രത്യേക ഒരു രുചിയാണിത്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെ ഉണ്ടാക്കണം, പക്ഷേ ഇത് അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് ഉണക്കല്ലരിയാണ് വേണ്ടത്. ഏതാണ്ട് ഒരു 150 ഗ്രാമോളം ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ കപ്പിലാണെങ്കിലും ഗ്ലാസ്സിലാണെങ്കിലും ബാക്കി എല്ലാ അളവുകളും ആ സെയിം കപ്പ് അല്ലെങ്കിൽ ആ ഗ്ലാസ്സിലെടുത്താൽ മതി. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു അളവ് തെറ്റില്ല. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലാണ് അരി എടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ പാല്, പഞ്ചസാര ഒക്കെ എടുത്താൽ മതി കേട്ടോ. വെള്ളം ഒക്കെ ആ ഗ്ലാസ്സിൽ തന്നെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മട്ട ബ്രോക്കൺ റൈസാണ്. എപ്പോഴും അധികം അങ്ങനെ വലിപ്പമില്ലാത്ത ചെറിയ ഇനം അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ, അതായത് ചെറിയ അരി കൊണ്ടുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലുള്ള പായസമൊക്കെ നമ്മൾ ഉണക്കല്ലരി ഇതുപോലെ ബ്രൗൺ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതാകുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് മട്ട ബ്രോക്കൺ റൈസ് പറഞ്ഞിട്ട് കിട്ടും, അല്ലെങ്കിൽ ഉണക്കല്ലരി പായസത്തിൻ്റെ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് ചെറിയ തരത്തിലുള്ള ചെറിയ വലിപ്പം കുറഞ്ഞതുകൊണ്ട് നല്ല വലിപ്പമുള്ളതുണ്ട്. വലിപ്പമുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഉണക്കല്ലരി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ജീരകശാല കൈമ റൈസില്ലേ, അത് വെച്ചിട്ടും ഈ ഒരു പായസം ഉണ്ടാക്കാം. ഇതേപോലെ ചെറിയ അരി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വലിയ സൈസിലുള്ള മട്ട റോ റൈസ് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മട്ട ബ്രോക്കൺ റൈസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് മട്ട റോ റൈസ് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുണ്ടത്. അത് കാരണം ഞാൻ ഇത് എടുക്കുന്നില്ല. ഞാൻ ആദ്യം കാണിച്ച അരി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറവറയുടെ ഉണ്ട്, വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ ഉണ്ടായിരിക്കും. ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ്, കണ്ടില്ലേ, വലിപ്പം കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ജല്ലടയിലൊന്ന് അരിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ ഡസ്റ്റൊക്കെ പോവും. എന്നിട്ട് കഴുകിയെടുത്തിട്ട് പായസം ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ആദ്യം കാണിച്ച ഈ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതൊരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പം ഇനി പെട്ടെന്ന് പായസം ഉണ്ടാക്കാം. കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു ചെരുവം എടുക്കുക, അല്ലെങ്കിൽ ഉരുളി എന്ത് വേണമെങ്കിൽ എടുക്കുക കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അരി എടുത്ത കപ്പ് അല്ലെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളന്നൊഴിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ട് തിള വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർക്കുക. അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിള വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് പകുതി വേവാവുന്നവരെ ഇത് വേവിക്കണം. അതായത് ഒരു മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിലായിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ പകുതി വെന്തിട്ടുണ്ട്. പകുതി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു ബലം ഉണ്ടായിരിക്കും, എന്നാൽ ലേശം ഒന്ന് വെന്തിട്ടും ഉണ്ടായിരിക്കും. അത് തൊട്ട് നോക്കിയാൽ അറിയാം. ഇപ്പോൾ വെള്ളം വറ്റരുത്, വെള്ളം വറ്റാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. വെള്ളം വറ്റി പോവുകയാണെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. പക്ഷേ ഈ ഒരു പാകത്തിന് ഫ്ലെയിം വെക്കുകയാണെങ്കിൽ പിന്നെ വെള്ളം വറ്റി പോവില്ല. ഉണ്ടല്ലേ, അധികം അങ്ങനെ വെന്തിട്ടില്ല, പകുതി വേവായിട്ടേ ഉള്ളൂ. തൊട്ട് നോക്കിയാൽ അറിയാം ചെറിയൊരു ബലം ഉണ്ടായിരിക്കും. അപ്പം ഞാനെടുത്തത് വളരെ ചെറിയ അരിയാവുക കാരണം അതൊരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും പകുതി വേവായി. ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും പകുതി വേവാവും കേട്ടോ. ഇനി ഇതിലേക്ക് പാല് ചേർക്കുകയാണ്. നല്ല ഫുൾ ക്രീം മിൽക്ക് തന്നെ ചേർക്കുക. ഞാനിപ്പോൾ പാക്കറ്റ് പാലാണ് ചേർക്കുന്നത്. അതായാലും ഫുൾ ഫാറ്റുള്ള പാല് തന്നെ ചേർക്കണം. സ്കിമ്മഡ് അല്ലെങ്കിൽ ടോൺഡ് പാല് ചേർക്കരുത് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ലിറ്റർ പാലൊഴിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഒരു 1/2 കപ്പ് കൂടി പാലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ് കണക്കിന് പറയുകയാണെങ്കിൽ ഒരു 4.5 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 5 കപ്പ് വേണമെങ്കിൽ 5 കപ്പ് ഒഴിക്കാം. ഞാനിപ്പോൾ 4.5 കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് തിള വരട്ടെ. അപ്പോൾ ഇതാ പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇതാ തിള വന്നിട്ടുണ്ട്. ഇനി ഈ അരി ഈ പാലിൽ കിടന്നിട്ട് വേവണം. ബാക്കിയുള്ള വേവ് ഇനി പാലിൽ കിടന്നിട്ടാണ് വേവേണ്ടത്. ഇനിയും ഫ്ലെയിം കുറച്ച് വയ്ക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിലായിട്ട് വെക്കണം. മീഡിയം ഫ്ലെയിമിൻ്റെ താഴേക്കിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പാല് വറ്റിപ്പോവും. വല്ലാതെ വറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ വേഗം ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. പാല് വല്ലാതെ അങ്ങനെ വറ്റിപ്പോവരുത്.
ഒരു 10 മുതൽ ഒരു 12 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അത്രയും കൂടുതൽ സമയം ഒന്ന് വേവിച്ചാൽ മതി. എനിക്കിപ്പോൾ ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇത് ഓവർ കുക്ക് ചെയ്യരുത്. വല്ലാതെ ഇങ്ങനെ അരി വെന്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പായസം വല്ലാതെ കട്ടിക്കാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്തിരി സോഫ്റ്റായി വന്നാൽ മതി. അല്ലാതെ ഇങ്ങനെ വല്ലാതെ കുക്ക് ചെയ്തിട്ട് തന്നെ പേസ്റ്റ് പോലെയൊന്നും ആക്കരുത് കേട്ടോ. അപ്പോൾ അരി പാകത്തിന് വെന്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് പിന്നെ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അരിയും പാലൊക്കെ അളന്ന അതേ ഒരു കപ്പിൽ തന്നെ പഞ്ചസാര എടുക്കുക കേട്ടോ. പഞ്ചസാരയുടെ അളവ് കൂട്ടി കുറച്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ എടുത്തത് വളരെ കറക്റ്റായിരുന്നു. പഞ്ചസാര ചേർത്തതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. ആ പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് വരുമ്പോൾ പായസം ഒന്ന് ലൂസാവും. അത് കഴിഞ്ഞിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് പായസം വീണ്ടും അതിങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇനി നന്നായിട്ട് കുറുകി വരട്ടെ. ഇപ്പോൾ അതാ പായസമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഒരു 12-13 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വരും കേട്ടോ. മാക്സിമം 15 മിനിറ്റ്, അത്രയായാലും കൂടുതൽ വേണ്ടി വരില്ല. എനിക്കൊരു 12 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കുറുകി വന്നു. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പാല് പെട്ടെന്ന് വറ്റിപ്പോവും. ഈ പാല് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വരണം. അങ്ങനെ കൊഴുപ്പോട് കൂടിയിട്ടുള്ളതാവണം. ഇത് തണുത്ത് കഴിഞ്ഞാലും ഇതേ ഒരു കട്ടിക്ക് തന്നെയായിരിക്കും. ആ മധുരത്തിൻ്റെ ഒരു മട്ടിപ്പ് ഇല്ലാതിരിക്കാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പാല് നന്നായിട്ട് തിളച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കൊഴുപ്പോട് കൂടിയിട്ടാവണം കേട്ടോ. നന്നായിട്ട് കുറുകി വരണം, അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. അവസാനം ഞാൻ ഇതിലേക്ക് ഒരു 3-4 തുളസിയില കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും, കൂടുതൽ ഒരു 3/4 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. ഇതൊന്ന് അടച്ചു വയ്ക്കുക. അങ്ങനെയാവുമ്പോൾ ആ പായസം ഇരുന്ന് കഴിഞ്ഞ് നല്ലൊരു രുചി വരും ഇതിന്. ഇനി ഇത് ഞാൻ അടച്ചു വയ്ക്കുകയാണ് കുറച്ച് നേരം കേട്ടോ. ഇത് എനിക്ക് ഒരു 35 മിനിറ്റ് എടുത്തുള്ളൂ, മാക്സിമം 40 മിനിറ്റ്. അതിൽ കൂടുതൽ സമയം എടുക്കില്ല അത് ഉണ്ടാക്കാൻ. അപ്പം നല്ല രുചിയുള്ളൊരു പഞ്ചാര പാൽപ്പായസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്ന് ജന്മാഷ്ടമിയൊക്കെ അല്ലേ, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്